أستغفر الله من كل ذنب تبنا إلى الله أستغفر الله أستغفر الله من كل ذنب تبنا إلى الله يا رب الأرباب يا خير تواب افتح لنا الباب بالفضل يا الله أستغفر الله أستغفر الله من كل ذنب تبنا إلى الله قد حار فكري في عون وزري فوضت أمري كله لله وما مرادي سوى اعتمادي وما اعتمادي إلا على الله أستغفر الله أستغفر الله من كل ذنب تبنا إلى الله ظهري ثقيل زادي قليل ظني جميل في رحمة الله أستغفر الله أستغفر الله من كل ذنب تبنا إلى الله حج وعمرة في كل مرة والأهل زمرة وإخواني في الله إلى المدينة نار الأمينة طه نبينا ذخري إلى الله إلى المدينة نار الأمينة طه نبينا ذخري إلى الله إلى المدينة نار الأمينة طه نبينا ذخري إلى الله 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 اسمع دعانا الحمد لله رب العالمين طيبا مباركا فيه على كل حال حمدا يوافي نعمه ويكافئ مزيدا يا ربنا يا ربنا يا ربنا يا ربنا لك الحمد كما ينبغي لوجهك وعظيم سلطانك اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه سيدنا ومولانا محمد أرحم الراحمين يا الملك الجبار يا الله إن حبيباയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീനായ നിന്റെ തങ്ങളെ നീ ഞങ്ങൾക്ക് സമ്മാനിച്ച ലോകത്തിന് സമ്മാനിച്ച പരിശുദ്ധ മാസത്തിൽ തങ്ങളെ മദ്ഹ് പറയാൻ ഒരുമിച്ച് കൂടിയ മജ്ലിസിൽ ഞങ്ങൾ ഒരാളെയും നീ സ്വീകരിക്കാതിരിക്കരുത് അല്ലാഹ്. ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഖബൂലിയത്ത് നൽകണം അല്ലാഹ്. റബ്ബേ ഞങ്ങളെ ഖൽബൊന്ന് ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ ദുആക്ക് നിന്റെ മഹ്ളായ ഫضل കൊണ്ട് ഇജാബത്ത് നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമേ ഈ വിശുദ്ധമായ മാസത്തിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പക്ഷികൾ മത്സ്യങ്ങൾ മരങ്ങൾ ചെടികൾ കല്ലുകൾ മണലുകൾ എല്ലാ സൃഷ്ടികളും പച്ചയായ ഹൃദയമുള്ളവരെല്ലാം നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറയാണ്. ആ മദ്ഹുകളെല്ലാം തങ്ങളെ ഹദറത്തിലേക്ക് എത്തിക്കപ്പെടുകയാണ്. അതെല്ലാം തങ്ങൾ സ്വീകരിച്ച് സന്തോഷിക്കുകയാണ്. ഞങ്ങൾ പങ്കെടുക്കുന്ന മജ്ലിസ് ഞങ്ങളെ കൊണ്ട് സ്വീകരിക്കപ്പെടാത്തൊരവസ്ഥ വരുത്തരുതേ അല്ലാഹ്. എല്ലാ മാദിഹീങ്ങളുടെയും മാഷഖീങ്ങളുടെയും മഹ്ബൂബികളുടെയും ബർക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങളെ മജ്ലിസും നീ ഒന്ന് സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ ഖൽബും ഒന്ന് നന്നാക്കി തരണേ അല്ലാഹ്. തങ്ങൾ സ്വീകരിക്കുന്നവരിൽ ഞങ്ങളെ ഒന്ന് പെടുത്തി തരണേ അല്ലാഹ്. തങ്ങൾ സലാം മടക്കുന്നവരിൽ ഞങ്ങളെ ഒന്ന് ചേർത്തി തരണേ അല്ലാഹ്. തങ്ങളെ സന്തോഷിപ്പിക്കുന്നവരിൽ ഞങ്ങളെ ഒന്ന് പെടുത്തി തരണേ അല്ലാഹ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൽബ് ആനന്ദിക്കുന്ന മദ്ഹാക്കണേ അല്ലാഹ്.
ഞങ്ങൾ ചൊല്ലിയതും പറഞ്ഞതുമെല്ലാം തങ്ങളെ സ്വാഹിബായ രണ്ടു മഹാന്മാരിലേക്കും അർബഅത്തുൽ ഖുലഫായിലേക്കും മുത്തായ തങ്ങളുടെ പ്രിയപ്പെട്ട ഖദീജ ഉമ്മയിലേക്കും അവിടുത്തെ പ്രിയപ്പെട്ട ആയിഷ ബീവിയിലേക്കും എല്ലാ മഹാന്മാരും മഹദിമാരിലേക്കും ഈമാൻ കൊണ്ട് ഞങ്ങൾക്ക് മുൻകടന്ന സകല മുഅ്മിനീങ്ങളിലേക്കും മുഅ്മിനാത്തുകളിലേക്കും ഏറെ ആദരവുള്ള സമ്മാനമാക്കണേ അല്ലാഹ്. ആ മഹാന്മാരെല്ലാം ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ കൽബിലേക്കും ഞങ്ങളെ ജീവിതത്തിലേക്കും ഞങ്ങളെ പ്രവർത്തനത്തിലേക്കും നോക്കി നീ ഞങ്ങളെ തട്ടാതെ നിന്റെ റഹ്മത്തിലേക്ക് ചേർത്ത് നീ ഒന്ന് സ്വീകരിക്കണേ അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, ഈ മജ്ലിസിലേക്ക് സ്വതക്ക നൽകിയവർ, ഈ മജ്ലിസിന്റെ നടത്തിപ്പിന് വേണ്ടി സ്വതക്ക നൽകിയവർ, എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുന്നവർ, അതുപോലെ കുടിക്കാനുള്ള പായസവും മറ്റൊക്കെ കൊടുക്കുന്നവർ, വലിയ ആഗ്രഹമുണ്ട് കൊടുക്കാനൊന്നുമില്ല, പക്ഷെ സദസ്സിൽ വന്നിരിക്കുന്നവർ, ഈ സദസ്സ് പ്രചരിപ്പിക്കുന്നവർ, മറ്റുള്ളവരിലേക്ക് ഈ മജ്ലിസിന്റെ സന്തോഷം എത്തിക്കുന്നവർ, റബ്ബേ അങ്ങനെ ഒരു കലിമത്ത് കൊണ്ടെങ്കിലും ഇതിന് സഹായിക്കുന്നവർ ഒരാളെയും ഖായിബാക്കല്ലേ അല്ലാഹ്. ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, കുടുംബം, ഞങ്ങളുടെ നാട്ടിലെ ഹസനിയ സ്ഥാപനത്തിന്റെ സഹായികൾ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവും ചെറുതും വലുതുമായി വന്നുപോയ തെറ്റുകളെല്ലാം മാപ്പ് നൽകണേ അല്ലാഹ്. ശിഷ്ടകാല ജീവിതം നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാഹ്. നിന്നെ മറക്കുന്ന സമ്പത്ത് തരല്ലേ അല്ലാഹ്. നിന്നെ മറക്കുന്ന ദാരിദ്ര്യവും തരല്ലേ അല്ലാഹ്. ഈമാൻ തെറ്റിക്കുന്ന രോഗങ്ങളോ പരീക്ഷണങ്ങളോ കടങ്ങളോ ചതികളോ നൽകല്ലേ അല്ലാഹ്. ഇബ്ലീസിന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്വാധീനം നൽകല്ലേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്കും ഇജാബത്ത് തടഞ്ഞ് പരീക്ഷിക്കരുതേ അല്ലാഹ്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഞങ്ങളുടെ വലിയ ആഗ്രഹമാണ് നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് എപ്പോൾ തുടങ്ങുമ്പോഴും വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, തങ്ങളെ മദ്ഹ് ചൊല്ലിയിട്ടാണ് തുടങ്ങാറുള്ളത്, തങ്ങളെ മദ്ഹ് ചൊല്ലിയിട്ടാണ് ദ്വാരക്കാറുമുള്ളത്. മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനുള്ള ആശ വെച്ചിട്ടാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും തങ്ങളെ കാണാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനെ. ഞങ്ങളെ ഖൽബ് ശുദ്ധിയാക്കി തരണം റഹ്മാനെ. തങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന നിലക്ക് ഞങ്ങളെ ഒന്ന് ശുദ്ധിയാക്കി തരണം റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളെ പരമ്പര തങ്ങൾക്ക് സന്തോഷമുള്ള പരമ്പരയാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ദീനിന്റെ ഖാദിമീങ്ങളാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ ശിഷ്യന്മാരെ പരമ്പരയും നീ നിലനിർത്തി തരണേ അല്ലാഹ്. ഞങ്ങളുടെ നാട്ടിൽ ചെറിയ സ്ഥാപനം അല്ലാഹുവേ 7 കിലോമീറ്റർ പോകണം സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർക്ക് ജുമാ നിസ്കരിക്കാനും മറ്റു നിസ്കാരങ്ങളും മറ്റു പ്രതിസന്ധികൾ, അതിനെല്ലാം ഈ യാത്ര നീ ഒരു പരിഹാരമാക്കി തരണം റഹ്മാനെ. ഈ സദസ്സും നീ ഒരു പരിഹാരമാക്കി തരണം റഹ്മാനെ. നാട്ടിലെത്തിയ ഉടനെ പള്ളിക്ക് പണി തുടങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കി തരണം റഹ്മാനെ. ഉള്ള മുതഅല്ലിമീങ്ങളടക്കം വലിയ കഷ്ടത്തിലാണ്, അവർക്ക് താമസം മാറ്റാൻ പറ്റുന്ന നിലക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഹിഫ്ളിന്റെ ബിൽഡിങ്ങിന്റെ പണി നീ പൂർത്തീകരിച്ചു തരണം റഹ്മാനെ. ലക്ഷങ്ങൾ കടവുണ്ട് നീ തീർത്തു തരണം റഹ്മാനെ. നിന്റെ റഹ്മത്തും നിന്റെ ഖജനാവും കണ്ടിട്ട് ഞങ്ങൾ കടം വാങ്ങിയതാണ്. മുഅ്മിനീങ്ങളെ ഖൽബ് ഞങ്ങളിലേക്ക് തിരിക്കണം റഹ്മാനെ. നീ ഇഷ്ടപ്പെടുന്ന നീ ഹലാലായ സമ്പത്ത് മാത്രം തന്ന് സന്തോഷിപ്പിക്കണം റഹ്മാനെ. യാ ഹയ്യു യാ ഖയ്യൂം, ഞങ്ങളെല്ലാവരുടെയും നേതൃത്വമായ സുൽത്താനുൽ റഈസുൽ മടക്ക് ഉസ്താദുമാർക്കും മാതാപിതാക്കൾക്കും സ്നേഹജനങ്ങൾ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, അവരെ തഹത്തിൽ ദീൻ ഖിദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ഞങ്ങളെ കൂട്ടത്തിൽ കുടുംബം ചെറുപ്പക്കാരികൾ ഖൈറായ ഇണകളെ നൽകണം റഹ്മാനെ. നല്ല കുടുംബജീവിതം നൽകണം റഹ്മാനെ. ഗർഭിണികൾക്ക് നല്ല സുഖപ്രസവം നൽകണം റഹ്മാനെ. സലാമത്തുള്ള പ്രസവവും സലീമായ മക്കളെയും നൽകണം റഹ്മാനെ. ഓപ്പറേഷൻ പോലുള്ള ഒരു ബുദ്ധിമുട്ടിലും സമയമെത്താത്ത ഒരു മശക്കത്തിലും ഒരു പ്രയാസത്തിലും പെടുത്താതെ സലാമത്ത് നൽകണേ റബ്ബേ.
മദ്ഹിന്റെ ബറക്കത്ത് കൊണ്ട് ഇജാബത്ത് നൽകണം റഹ്മാനെ. എന്ത് സിഹറോ ഐനോ കണ്ണോറോ എന്ത് ഞങ്ങൾക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിലും ബാത്തുലാക്കണം റഹ്മാനെ. കേൾക്കാതെ ഞങ്ങൾക്ക് സുരക്ഷ നൽകണം റഹ്മാനെ. ഞങ്ങൾക്ക് ഒരാൾക്കും ക്യാൻസർ വിധിക്കല്ലേ അല്ലാഹ്, ട്യൂമർ വിധിക്കല്ലേ അല്ലാഹ്. പ്രിയപ്പെട്ട കൂട്ടുകാരനും സയ്യിദും നേതാവും ആലിം സജീവ പ്രവർത്തകനുമായ മുഹിമ്മാത്തിന്റെ പ്രിയപ്പെട്ട അൻവർ ഹമീദ് തങ്ങൾ വലിയ ആഫിയത്ത് നൽകണം റഹ്മാനേ. തങ്ങളെ മാസത്തിന്റെ ബറക്കത്തുകൊണ്ട് തങ്ങളെ മാസം കഴിയുമ്പോഴേക്ക് നല്ല റാഹത്തുള്ള പ്രവർത്തകനായി തിരിച്ചു വരുന്ന നിലക്ക് നീ എത്തിച്ചു തരണം റഹ്മാനേ. ഞങ്ങൾക്കൊക്കെ ആരുടെയൊക്കെ ശരീരത്തിലാണ് എന്തൊക്കെ ഉള്ളത് എന്ന് അറിയൂല അല്ലാഹ്. നിങ്ങൾക്ക് എല്ലാവർക്കും മഖൂഫായ രോഗങ്ങളോ രോഗലക്ഷണങ്ങളോ മറ്റു വല്ലതും നീ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഈ സദസ് പിരിയുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരാളും അറിയാതെ തന്നെ നീ അത് ശിഫയാക്കി തരണം റഹ്മാനേ. അത്തരം രോഗികളാണ് ഞങ്ങളുടെ നാടുകൾ അറിഞ്ഞവർ വന്ന് ഞങ്ങളുടെ സങ്കടത്തോടെ നോക്കുന്ന ഒരു രംഗം. മരണം വരെ വിധിക്കല്ലേ രാജാവേ. അടിമകളായ ഞങ്ങളെ കൽബൊന്ന് നന്നാക്കി തരണം റഹ്മാനെ. കടങ്ങളെ വീട്ടി തരണം റഹ്മാനെ. കുടുംബത്തോടൊപ്പം പരിശുദ്ധ ഹജ്ജും പ്രതിയാറത്തിന് അവസരം നൽകണം റഹ്മാനെ. ഞങ്ങളെ മദ്ഹ് പറയാനും ദീന് പറയാനും ആവശ്യമുള്ള ശബ്ദവും ഇൽമും അർഹതയും നീ നിന്റെ മുത്തായ തങ്ങളെ ബറക്കത്ത് കൊണ്ട് നൽകണം റഹ്മാനെ. ഇജാബത്ത് നൽകണം റഹ്മാനെ. ഗാസയിലുള്ള പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് രക്ഷ നൽകണം റഹ്മാനെ. ഞങ്ങളുടെ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് കൃപ കാണിക്കുന്നവർക്ക് അധികാരം നൽകണം റഹ്മാനെ. ദുആക്ക് ഇജാബത്ത് നൽകണം റഹ്മാനെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ കുടുംബ ഉസ്താദുമാർക്ക് മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ഭാര്യ മക്കൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനെ. നമ്മുടെ ഇഖ്ബാൽ ഉസ്താദ് അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ബുഖാരി ഉസ്താദ് മറ്റു പ്രിയപ്പെട്ട ഉസ്താദുമാർ ഈ യാത്രയിൽ ആരൊക്കെയാണോ ഞങ്ങൾക്ക് സഹായം നൽകുന്നത് എല്ലാവർക്കും ബറക്കത്ത് നൽകണം റഹ്മാനെ. റബ്ബേ മരണം ഖൈറാകുമ്പോ കാമിലായ ഈമാനോടെ കലിമ ചൊല്ലി തിരിച്ചു വിളിക്കണം റഹ്മാനെ. റബ്ബേ ഹിസാബില്ലാതെ എന്ത് ചോദിച്ച് ഞങ്ങൾ എന്താണ് മറുപടി പറയാം? ഒന്നും ചോദിക്കാതെ ഹിസാബില്ലാതെ റബ്ബേ സിറാത്തൊന്ന് കടത്തി തരണം അല്ലാഹ്. ജന്നത്തുൽ ഫിർദൗസിൽ ഇടം നൽകി നിന്റെ ലിഖാഇ തരണേ റബ്ബേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين وبفضلك. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.